5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അടുത്ത ബോംബുമായിട്ട് കണ്ണന്താനം എന്നും ഇങ്ങനെയാണ്. അൽഫോൺസ് കണ്ണന്താനം IAS ഇപ്പോൾ മുൻ മന്ത്രിയായിരുന്നു, ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണറായിരുന്നു, എൻട്രൻസ് കമ്മീഷണറായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു, നിരവധി സ്ഥാപനങ്ങളുടെ മേധാവിയായിരുന്നു, കോട്ടയം കളക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നും ബോംബാണ്. ഒരു ബോംബിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് ഒരു ബോംബിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബോംബുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിസഭ അറിയാതെ അദ്ദേഹം 33 കോളേജുകൾക്ക് അനുവാദം കൊടുത്തു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അനങ്ങണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മുടെ AK സെൻറ്ററിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തീരുമാനം വന്ന് ഇപ്പോഴത്തെ പിണറായി പോലും അല്ല. പിണറായിയുടെ കാലത്താണെങ്കിൽ പല കാര്യങ്ങളും സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ AKG സെൻറ്ററിലൊന്നും ചോദിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അതല്ല. AK സെൻറ്ററിലൊന്നും ചോദിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ CPM-ൻ്റെയും സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കാതെ ഒരു അനങ്ങാൻ പറ്റാത്ത കാലത്ത് നയനാരുടെ കാലത്താണ് ശ്രീ P ജോസഫ് സാർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അൽഫോൺസ് കണ്ണന്താനം നേരിട്ട് ചെന്ന് നമ്മുടെ ജോസഫ് സാർ മിനിസ്റ്ററോട് P ജോസഫ് മിനിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിതാ കോളേജിന് അനുവാദം കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് 33 കോളേജിന് അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്ത സമയത്ത് തന്നെയാണ് AICT എന്നുള്ള അനുവാദം വേണമല്ലോ. അപ്പോൾ ഇവിടെ അനുവാദം കൊടുത്തു എന്നുള്ള വിവരം അറിഞ്ഞതുകൊണ്ട് നയനാർ മുഖ്യമന്ത്രിയില്ല അവിടെ നിന്ന് ഓഫീസിൽ AICT-യിലൊക്കെ വിളിച്ച് ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നൊക്കെ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ ഇദ്ദേഹം കണ്ണന്താനം ഡൽഹിയിൽ പോയി അവിടെയെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് 33 സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുത്തു. അതങ്ങനെ തന്നെയായിരുന്നു. ഡൽഹിയിൽ പോയി 14,000 ഏക്കർ സ്ഥലമാണ് ഇടിച്ച് നിരത്തി HKL ഭഗത്തിൻ്റെ കെട്ടിടങ്ങളടക്കം എല്ലാം ഇടിച്ച് നിരത്തി ഇന്ന് കാണുന്ന ഡൽഹിക്ക് ഒരു ഫൗണ്ടേഷൻ ഇട്ടത് കണ്ണന്താനമാണ്. ബീഹാറിൽ പോയി റാബറിയെ അറസ്റ്റ് ചെയ്തു. അവിടെ ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയിട്ട് എവിടെ ഇരുന്നാലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ബോംബുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകും. ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണറായിട്ട് മാറിയ ഒരു കഥയുണ്ട്. നമ്മുടെ നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം വരികയും ഉടൻ തന്നെ കണ്ണന്താനത്തിന് എടുത്ത് എല്ലാവരും ഇങ്ങനെയുള്ള IAS-കാരൊക്കെ മാറ്റാൻ ഒരു അസൈലമാണ് ഈ ലാൻഡ് യൂസ് ബോർഡ്. ആ ലാൻഡ് യൂസ് ബോർഡിലേക്ക് മാറ്റി, വികാസ് ഭവനിലേക്ക്. അവിടെ വന്നിരുന്നിട്ടും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം കൊണ്ട് ജലപരിസ്ഥിതി സ്വദേശി സന്ദേശ യാത്ര, കാസർഗോഡ് തിരുവനന്തപുരം യാത്ര, മഴവെള്ളം, കുടിവെള്ളം, അങ്ങനെ വേണ്ട ബഹളം അവിടെ ഇരുന്നു ഉണ്ടാക്കി. കോട്ടയം കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം സമ്പൂർണ്ണ സാക്ഷരത നടത്തി. അവിടെ ഒരു NSS പ്രോഗ്രാം കോർഡിനേറ്റർ എബ്രഹാം എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ഒരു പ്രൊഫസറുടെ അവരുടെ ടീം ഡോക്ടർ UR അനന്തമൂർത്തി വൈസ് ചാൻസലറായിരുന്നു. ഈ എബ്രഹാം സാറും ഒക്കെ കൂടെ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റിനെ നന്നായി ഓണപ്പ് ചെയ്ത് വളരെ മനോഹരമായിട്ട് കണ്ണന്താനം അതിനെ കൊണ്ടുപോയി കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരമാക്കി. അതുപോലെ തന്നെ വയലിൽ നിന്ന് വയലിലേക്കുള്ള പരിപാടികളുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് അദാലത്തുകൾ നടത്തി. എൻട്രൻസ് പരീക്ഷ പറഞ്ഞ ദിവസം പരീക്ഷ നടന്ന ദിവസം പറഞ്ഞു ഇന്ന ദിവസം റിസൾട്ട് വരുന്നു, ആ ദിവസം റിസൾട്ട് വന്നു. അങ്ങനെ എല്ലാ തരത്തിലും ബോംബുകളുമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ബോംബുകളുമായിട്ടാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ ബോംബുമായിട്ട് വരും. ഇപ്പോൾ ഒരു ബോംബുമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. പിന്നെ നമ്മുടെ വിന്നിംഗ് ഫോർമുല 52 വിന്നിംഗ് ഫോർമുല എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭ അറിയാതെ 33 കോളേജുകൾക്ക്, അതുവരെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഒരു കോളേജിന് പോലും അഡ്മിഷൻ കൊടുക്കില്ല. നയപരമായ തീരുമാനമാണ് അത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരമായ തീരുമാനമാണ്, കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്, അത് ചെറിയ കാര്യമല്ല, EK നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 33 കോളേജുകൾക്ക് അനുവാദം കൊടുത്തു. പിന്നെ അതിങ്ങനെ തുടർന്നു. അതിനുശേഷം AK ആൻ്റണിയുടെ കാലം വന്നു. ഇത് വന്ന് എല്ലാവർക്കും കൊടുത്തു. ഇന്ന് ആയിരക്കണക്കിന് കോളേജുകൾ ഇന്ന് കേരളത്തിൽ പിന്നെ ഒരുപാട് വന്നു. അത് ദുരന്തവുമായി, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പിന്നെ ദുരന്തമായി മാറി, അത് വേറെ കഥ. എങ്കിലും അത്തരം ബോംബുകൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും സർവീസ് കരിയറിൽ എന്നും വേറൊരു IAS-കാരനായി നിന്ന് എപ്പോഴും ഇതുപോലത്തെ പുതിയ പുതിയ ബോംബുകളുമായിട്ട് വരും. നാലകത്ത് സൂപ്പിയുമായി പിണങ്ങിയ സമയത്ത് കടയ്ക്കൽ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ല കടയ്ക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ പാട്ട് പാടിയല്ലോ, പുഷ്പനെ അറിയാവോ എന്ന് പാട്ട് പാടിയ കടയ്ക്കൽ തിരുവാതിര നടന്ന അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു യോഗം നടന്നു. വിമതന്മാരല്ല, പാർട്ടികളിൽ നിന്ന് മാറിപ്പോയവരുടെ ഒരു യോഗം നടന്നു. വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ അന്ന് ഞാൻ ഒരു സാധാരണ മനുഷ്യനായി ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ ഇതുപോലത്തെ പരിപാടികൾക്ക് പോകും. പക്ഷേ കണ്ണന്താനം ബോംബുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നാലകത്ത് സൂപ്പിയുടെ ബോംബ് ഇങ്ങനെ കയ്യിലുണ്ട്, എന്തോ വലിയ ബോംബുണ്ട്, പത്രങ്ങളെല്ലാം ഈ ബോംബ് കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ തിരുവാതിര നടക്കുന്ന അവിടെ വെച്ച് ആ ജംഗ്ഷനിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നത് കണ്ണന്താനമാണ്. ആ മുഖ്യ പ്രഭാഷകനായി ഞാൻ ചെല്ലുന്നു. ഉടൻ തന്നെ ഇദ്ദേഹം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വേണ്ട വലിയ രീതിയിലാണ് വരുന്നത്. ഭയങ്കര ശബ്ദവും ബഹളവും, വേണ്ട ഒരു കൊമ്പൻ വരുന്ന മോഡലാണ് വരുന്നത്. അദ്ദേഹം വന്ന് സ്റ്റേജിൽ കയറി അദ്ദേഹം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, സാർ മുഖ്യപ്രഭാഷകനായ അന്ന് ഡോക്ടറില്ല, സുഭാഷ് ചന്ദ്രബോസ് സംസാരിച്ച് തുടങ്ങിയിട്ട് സാറിന് പോകാം. ശരി, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു
ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ അടുത്ത് തുടങ്ങി. ഞാനപ്പോൾ തുടങ്ങി കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 3/4 മണിക്കൂറും അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, പിന്നെ അതിനെ തുടർന്ന് ലാൻഡ് യൂസ് ബോർഡിൽ പ്രവർത്തിക്കാനും ഒക്കെ അവിടെ പോയി ജോലി ചെയ്യാനും ഒക്കെ അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരുപാട് ബോംബുകൾ പൊട്ടിക്കും ഇദ്ദേഹം നാട് നീളെ നടന്ന് ബോംബ് പൊട്ടിക്കും. ഡൽഹിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ബോംബിട്ടു, പിന്നെ ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോകുന്ന സ്ഥലത്ത് ചെയ്യും, ഇങ്ങനെ എല്ലായിടത്തും ഇടും. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ഒരു വേറിട്ട IAS കാരനാണ്. ഒരു ബോംബ് ആണ് എന്നല്ലെങ്കിൽ അൽഫോൺസ് ബോംബ് കണ്ണന്താനമെന്നോ കണ്ണന്താനം ബോംബെന്നോ ബോംബ് കണ്ണന്താനോ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു അത്ഭുതവുമില്ല. വലിയ ബോംബാണ്. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പറ്റുന്ന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പരമാവധി വലിഞ്ഞു പോവുകയും പരമാവധി കാര്യങ്ങൾ ചെയ്യുകയും ചില സമയത്ത് നിയമത്തെ കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യാനും വലിയ റിസ്ക് എടുക്കാനും ചലഞ്ച് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു IAS കാരൻ കൂടി ആയിരുന്നു കണ്ണന്താനം. ഇപ്പോഴത്തെ പുതിയ ബോംബുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. അടുത്ത ബോംബിനായി നമുക്ക് കാത്തിരിക്കാം.